വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത മധുവിധു എന്ന പുതിയ മലയാള സിനിമയെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ്. 90കളിലെ പഴയ കുടുംബ ചിത്രങ്ങളുടെ ആ ഒരു ഫീൽ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അനാവശ്യമായ ജാതി മത പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ സിമ്പിളായ ഒരു ഫാമിലി റോംകോമാണ് ഈ ചിത്രം. പഴയൊരു 90s പാട്ട് വീണ്ടും കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഇത്തരം സിനിമകൾക്ക് ശരിക്കും നമുക്ക് നൽകാൻ കഴിയുമോ? അപ്പോ ഒന്നാമതായി എടുത്തു പറയേണ്ടത് ഇതിന്റെ കിടിലൻ ആദ്യ പകുതിയും പിന്നെ അഭിനേതാക്കളുടെ പ്രകടനവുമാണ്. ഷറഫുദ്ദീന്റെ ആ ഒരു സ്വാഭാവികമായ അഭിനയവും തമാശകളും സിനിമയ്ക്ക് വലിയൊരു പ്ലസ് പോയിന്റാണ് കേട്ടോ. അതോടൊപ്പം നായികയായി എത്തിയ കല്യാണി പണിക്കരുടെ, അതായത് നമ്മുടെ ബിന്ദു പണിക്കരുടെ മകളുടെ നല്ലൊരു തുടക്കവും ജഗദീഷിന്റെ വെറൈറ്റിയായ ഒരു അച്ഛൻ വേഷവും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ആദ്യ പകുതി ഒരു നല്ല ചൂടുള്ള കാപ്പി കുടിക്കുന്നത് പോലെയാണ്, വളരെ കംഫർട്ടിംഗ്. ഇനി രണ്ടാമതായി നോക്കുകയാണെങ്കിൽ കുറച്ച് ക്ലീശകൾ നിറഞ്ഞതാണ് ഇതിന്റെ രണ്ടാം പകുതി. ആദ്യ പകുതി നൽകിയ ആ ഒരു ഫ്രഷ്നെസ് പിന്നീടങ്ങ് നഷ്ടപ്പെടുകയും കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. എന്തിന്, ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം പോലും സാധാരണ നിലവാരത്തിൽ ഒതുങ്ങിപ്പോയിന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ പഴയ ഫോർമുലകൾ അതേപടി പകർത്തിവെക്കുകയാണോ വേണ്ടത്? അവസാനമായി സിനിമയുടെ ആകെത്തുകയെക്കുറിച്ച് പറയാം. നോക്കൂ, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന വലിയൊരു സംഭവമൊന്നുമല്ല. ഭയങ്കര പുതുമകളില്ലെങ്കിലും ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണിത്. പുതിയതായി ഒന്നും തരാനില്ലെങ്കിലും വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്കൊരു സിനിമ കണ്ടുകൂടെ? ചുരുക്കത്തിൽ വലിയ സർഗാത്മകതയേക്കാൾ ഉപരി പ്രേക്ഷകർക്ക് നല്ലൊരു കംഫർട്ട് നൽകാൻ ശ്രമിക്കുന്ന, കുടുംബസമേതം കണ്ടിരിക്കാവുന്ന ഒരു ലളിതമായ ചിത്രമാണ് മധുവിധു.